നമ്മുടെ മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ കളിച്ച് പ്ലേയിങ് 11 കളിച്ച് ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. വെറും കളിയല്ല, ഇന്ത്യ വെർച്വലി ഔട്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന്, ടൂർണമെൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് അടുപ്പിച്ച് 3 50, സെഞ്ചുറിക്ക് തുല്യമായിട്ടുള്ള 2 50 ഉൾപ്പെടെ 3 50 അടുപ്പിച്ച് അടിച്ച് ഇന്ത്യയെ കൈപിടിച്ച് ഫൈനലിൽ എത്തിച്ച് ഫൈനലും വ്യക്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്ത് ആ ഒരു കപ്പ് ഇങ്ങെടുത്തിരിക്കുകയാണ്. അപ്പം ശരിക്കും എനിക്ക് ഇന്നലെ അത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് നമ്മൾ തന്നെ നേരിട്ട് അവിടെ ആ ഒരു കപ്പ് മേടിക്കുന്ന ഒരു ഫീലിങ്സാണ് നമ്മുടെ മനസ്സിൽ വന്നത്. അത് വേറൊന്നും കൊണ്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി കളിച്ചു തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ, അങ്ങനെ ഒരു ഫെയിമിലാണ് നമുക്ക് പുള്ളിയെ കാണാൻ പറ്റിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുള്ളി ആരെങ്കിലും ആ ഒരു ചേട്ട നോർത്തിലെ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഒരു മലയാളികളില്ലാത്ത ഒരാൾ ചേട്ട എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീല്, അതൊരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ പുള്ളി ഇന്നലെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് മേടിക്കുന്ന സമയത്ത് ആങ്കർ ചോദിച്ചു, എങ്ങനെ ഈ കരിയറിൻ്റെ ലോ ഘട്ടത്തിൽ കൂടെ പോയ സമയത്ത് ആരെല്ലാമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ റീച്ച് ചെയ്തിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു ഒത്തിരി ആൾക്കാർ, ഫോർമൽ ക്രിക്കറ്റേഴ്സ്, ലെജൻസ് ഒക്കെ റീച്ച് ഔട്ട് ചെയ്തിരുന്നു, ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ പുള്ളി ആ സമയത്ത് എടുത്തു പറഞ്ഞ ഒരാളുടെ പേരുണ്ട്, നമ്മൾ ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്ന സച്ചിൻ തെണ്ടുൽക്കർ. അപ്പം നമ്മുടെ സഞ്ജു പറഞ്ഞ ഒരു സ്റ്റൈലാണ്. പുള്ളിയെ വിളിച്ചിട്ടില്ല, സച്ചിൻ സാർ എന്നാണ് വിളിച്ചത്. നമ്മൾ മലയാളികൾ പോലും അല്ലെങ്കിൽ പുള്ളിയെ ബഹുമാനിക്കുന്ന എത്ര ആൾക്കാർ പുള്ളിയെ സാർ എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സഞ്ജു പറഞ്ഞ ആ സമയത്ത് ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്ത പോയിന്റ് സച്ചിൻ സാർ എന്നുള്ള ഒരു വാക്കായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ അപ്പം ഇത്രയും ലെജൻഡായ ഒരു മനുഷ്യൻ്റെ അടുത്തുനിന്ന് ഒരു ഡൗൺ ആയിട്ടുള്ള ഒരാൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നു. ഇതുപോലൊരു മേജർ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ തലേന്ന് ഇങ്ങോട്ട് വിളിച്ച് പുള്ളി എങ്ങനെയുണ്ട്, ഓക്കെ ആയിട്ടാണ് പോകുന്നതെന്നൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും സച്ചിൻ്റെ ഒരു അനുഭവ സമ്പത്തിൽ നിന്ന് സഞ്ജുവിന് നല്ല നല്ല ഉപദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം നമ്മൾ നോക്കൗട്ട് മുതൽ കണ്ടു തുടങ്ങിയ സഞ്ജു എന്ന് പറയുന്നത്, പുള്ളിക്ക് രണ്ടാമത് ചാൻസ് കിട്ടിയപ്പോൾ തിരിച്ചു വന്നപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയ സഞ്ജു എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി വേറൊരു ലെവലാണ്. അതായത് വളരെ കുറച്ച് ചാൻസുകൾ മാത്രമേ ഇതിനാൾക്ക് കൊടുത്തുകൊണ്ട് കൂടുതൽ റൺസ് നേടുന്ന ഒരു സഞ്ജു. നമ്മളത് ഒത്തിരി നാളായിട്ട് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു സീനാണ് പുള്ളി ഇന്നലെ അത് പൂർത്തിയാക്കിയത്. അപ്പം അതുപോലെ തന്നെ സഞ്ജു ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ജി ഭായ്. അപ്പോൾ എല്ലാവരും പറയും പുള്ളി സഞ്ജുവിനെ ഇത്ര സമയം 11 പുറത്തിരുത്തി, അത് ചെയ്തു ഇത് ചെയ്തു, ഗില്ലിനെ പകരം കൊണ്ടുവന്നു, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗംഭീർ വന്നതാണ് സഞ്ജുവിൻ്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ്. പുള്ളിയാണ് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് സഞ്ജുവിനെ ബാക്ക് ചെയ്തതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പം ഒരു പരിധി വരെ പുള്ളിക്ക് ചിലപ്പം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രശ്നം വഴങ്ങി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്തെങ്കിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ മെയിൻലി ഞാൻ കണ്ടിടത്തോളം സഞ്ജുവിനെ ഇൻ ആൻഡ് ഔട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ ആൻഡ് ലോ സിറ്റുവേഷനൊക്കെ സഞ്ജുവിനെ ഗംഭീർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഒത്തിരി സ്ഥലത്തു നിന്ന് പുള്ളി എന്താ പറയുന്നത് വിമർശനങ്ങളൊക്കെ കേട്ടു. പ്രത്യേകിച്ച് സഞ്ജുവിനെ 11 ഇറക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ അപക്വമായിട്ടാണ് പുള്ളി അതിന് ഉത്തരം പറഞ്ഞത്. അതൊരു മാനുഷിക പിഴവായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, ഗംഭീറും സൂര്യകുമാർ യാദവും കൊടുത്ത അത്രയും സപ്പോർട്ട് ഇന്ത്യക്ക് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് ഈ 10 വർഷത്തെ പുള്ളിയുടെ കരിയറിൻ്റെ ഇടയ്ക്ക്. അപ്പം ഇവരെ രണ്ടുപേരും കൂടി പ്രത്യേകമായിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ്. പിന്നെ അടുത്ത ആളായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിനേശ് കാർത്തിക്. സഞ്ജു ഇന്നലെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആയതിൽ പുള്ളിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് ദിനേശ് കാർത്തിക് തന്നെയായിരിക്കും. കാരണം അവർ തമ്മിലുള്ള ബോണ്ട് നമ്മൾ ICCയുടെ പുറത്ത് വരുന്ന വീഡിയോസിലൊക്കെ കണ്ടതാണ്. പിന്നെ അതുമാത്രമല്ല, ഇന്നും പുള്ളി വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിയുടെ മുഖത്തുള്ള സന്തോഷമൊക്കെ കാണുമ്പോഴത്തേന് ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ അശ്വിൻ, പിന്നെ പുള്ളിയുടെ ഭാര്യ ചാരുലത, അങ്ങനെ കുറേ ആൾക്കാരുടെ നടുവിൽ, പിന്നെ പുള്ളിയുടെ അച്ഛൻ്റെ കുറേ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം പെയിൻ അവർ പോയിട്ടുണ്ടാവും. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഇത്രയും ടെൻഷനും പെയിനും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സ്വന്തം വീട്ടുകാരെയും ഭാര്യയും അമ്മയും അനിയനും ഒക്കെ ആലോചിച്ച് നോക്കൂ, എങ്ങനെ, അല്ലെങ്കിൽ ചേട്ടനൊക്കെ ആലോചിച്ച് നോക്കും എങ്ങനെയാണ് അവരൊക്കെ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പുള്ളി മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കൊടുത്തൊരു സമ്മാനമാണ്. പുള്ളിക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇത്രയും ഹമ്പിളായ ഡൗൺ ടു എർത്ത് ആയ ഒരു മനുഷ്യനെ എനിക്ക് നേരിട്ടറിയില്ല, ഇൻ്റർവ്യൂവിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലെടുത്തോളം ഞാൻ പറഞ്ഞത്, ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനെ ഇതുപോലൊരു തിളങ്ങുന്ന ഒരു ഫീൽഡ് നിൽക്കുന്നിടത്തുനിന്ന് ഒരാളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പുള്ളിക്ക് ഇതുപോലെ നീണ്ടൊരു കരിയർ ഉണ്ടായി മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്ക് തന്നെ അഭിമാനമാകുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഇനിയും വരട്ടെ. താങ്ക് യു.